വ്യത്യാസം. അതിൽ കുറച്ച് വിവരങ്ങൾ ഞാൻ നോക്കിത്തരാം. ആവശ്യമുണ്ടല്ലോ. മണി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ കൂലിയാണ്. അത് എന്താ പറയുക, നേരം സമയം തെറ്റാതെ കൃത്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ വിയർപ്പ് മാറുന്നതിന് മുമ്പ് വേതനം കൊടുക്കണമെന്നാണ്. ഇവിടെ വിയർപ്പും മാറി അടുത്ത ദിവസം കുളിയും കഴിഞ്ഞ് പിന്നെയും വിയർത്തിട്ട് പിന്നെയും കൊടുക്കുന്നില്ല. ചിലവർ, എല്ലാവരും നല്ല പറയണം, ചിലവർ. അപ്പം അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. തൊഴിലാളികളെ എത്ര മണിക്കൂർ പണി ചെയ്യണം എന്നാണ് താങ്കൾ പറയുന്നത്? ഒരു സെറ്റ് ഓഫ് ടൈം ഇല്ലേ? ചില തൊഴിലുകളെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് കഠിനമായിട്ടുള്ള തൊഴിലാണെങ്കിൽ മാക്സിമം 8 മണിക്കൂറൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിൽ പുറത്ത് വെയിൽ കൊണ്ട്, അതാണ് കഠിനമായെന്ന് പറയുന്നത്. വെയിൽ കൊണ്ടുള്ള പണികളും അതുപോലെ ഭാരം ചുമക്കുന്ന പണികളൊക്കെ. ബാക്കിയുള്ളത് ഓഫീസ് ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് 2-3 മണിക്കൂർ കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. എസിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവര് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും അപ്പം ഡിപ്പെൻഡ്സ് ഓൺ വർക്ക്. നമ്മൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ചെയ്ത് നമുക്ക് അതിനെ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് താങ്കൾക്ക് മെയ് 1 നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് അല്ലേ? അപ്പം ഓൾ ദ ബെസ്റ്റ്, ബൈ. എന്താ മിസ്റ്റർ ഏകിയ, ബ്രേക്ക് ടൈമില് നാരങ്ങളൊക്കെ കുടിച്ചോ? I know that you are Agia. I am Akash. I am just thinking about my video that I have to post today. Yeah, guys, അങ്ങനെ നമ്മുടെ യഹിയ ഖാദർ, let me finish. എല്ലാം മൂടും പോകും. ഗൈസ്, അങ്ങനെ എന്റെ യഹിയ ഖാദർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്, റൈസ് ഓഫ് യഹിയ. അപ്പം എല്ലാവരും ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യാം. എന്നെ എന്റെ പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാൻ പറയാം. ഐ എം സോ സ്വീറ്റ് ആൻഡ് സോ ഇന്നസെന്റ് പേഴ്സൺ. അതുപോലെ തന്നെ അതിന്റെ ഓണത്തിന് ഞാൻ എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ. ഓക്കെ, താങ്ക് യു.